ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഡ്സ്. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നല്ലേ? എന്തുകൊണ്ടാണ് മോഡേൺ ഡേറ്റിംഗ് നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം, ലവ് ബോംബിങ്ങും ഗോസ്റ്റിങ്ങും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ ഹാർട്ടിനെയൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷനിലൊക്കെ കൊണ്ടെത്തിക്കുകയും നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് മോഡേൺ ഡേറ്റിംഗ് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബട്ട് വൈ എന്നുള്ള കാര്യമാണ്. അതിനു മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇനി മുതൽ എന്തായാലും അല്ലെങ്കിൽ സ്റ്റിൽ അങ്ങനെയാണ്, ഡേറ്റിംഗ് വഴിയാണ് അവരവരുടെ പാർട്ട്ണറിനെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ, സൈക്കോളജിക്കലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്ന നിങ്ങളുടെ എനർജി അധികം ഡ്രെയിൻ ഔട്ട് ആവാതിരിക്കും, നിങ്ങൾ അധികം ഹർട്ട് ആവാതിരിക്കും, നിങ്ങൾ അധികം കൺഫ്യൂസ്ഡ് ആവാതിരിക്കും. വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്തുകൊണ്ട് മോഡേൺ ഡേറ്റിംഗ് വളരെ എക്സോസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ചോയ്സസ് ഉണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇനിയും ബെറ്റർ വേറെ കിട്ടും എന്ന പ്രതീക്ഷയിൽ അവർ സ്വൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് കണക്ഷൻസ് ഫോം ചെയ്യുകയും ആ കണക്ഷൻസ് വിട്ടുപോവുകയും അങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടേയിരിക്കും. ഒരിടത്തും കമ്മിറ്റ്മെന്റ് കൊടുക്കില്ല, കാരണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒന്ന് കിട്ടും എന്ന പ്രതീക്ഷയിൽ. മറ്റൊരു റീസൺ ആണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അവർ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഒരു കണക്ഷനിലോട്ട് എൻട്രി ചെയ്യുകയും അതുപോലെ തന്നെ വളരെ വേഗം ബ്രേക്കപ്പ് നടക്കുകയും ചെയ്യുന്നു. കാരണം അധികം മനസ്സിലാക്കാതെയാണ് അവർ ആ റിലേഷനിലോട്ട് എൻട്രി ചെയ്ത് കഴിയുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ലോങ് ടേം റിലേഷൻഷിപ്പിനെക്കാളും ഒരുപക്ഷെ ഭയങ്കരമായിട്ട് നിങ്ങളെ ഹർട്ട് ചെയ്യുന്നത് ആ പെട്ടെന്ന് ഫോം ചെയ്ത ആ ഒരു കണക്ഷൻ, ആ ഒരു ഇൻസ്റ്റന്റ് കണക്ഷനിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലപോലെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു റിലേഷൻഷിപ്പിലോട്ട് എൻറ്റർ ചെയ്യാവൂ. മറ്റൊന്നാണ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. നമുക്ക് അവരുടെ മേലിൽ ആക്സസ് കുറവായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ ആയാലും ഡേറ്റിംഗ് ആപ്സ് ആയാലും എല്ലാം ഓൺലൈനാണ്. പെട്ടെന്ന് ഡിസപ്പിയർ ആവാനും വിഡ്രോ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒരാളിപ്പോൾ ഡിസപ്പിയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പെട്ടെന്ന് പാനിക് ആവാനും ആങ്ഷ്യസ് ആവാനും മെന്റലി ഭയങ്കരമായിട്ട് ടയർഡായി പോകാനും ഡൗൺ ആയി പോകാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തതാണ് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്. എല്ലാവരും ഫ്രീഡം ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അവർ കാഷ്വൽ കണക്ഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കാനും അവരുടെ കണക്ഷൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയി ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാനുള്ള ധൈര്യം ഇല്ല എന്ന് പറയുന്നതാണ് വാസ്തവം. ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഗോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത്. ഗോസ്റ്റിംഗ് എന്താണ്, അതിന് പിന്നിലെ സൈക്കോളജി എന്താണെന്നൊക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആദ്യമേ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും കയറി കാണാം കേട്ടോ. ഇനി നമുക്ക് ലവ് ബോംബിംഗ് എന്താണെന്ന് പറയാം. ലവ് ബോംബിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അവർ സ്നേഹം വാരി കോരി തരും. അതുപോലെ തന്നെ ഒരുപാട് പ്രോമിസുകൾ തരും, ഒരുപാട് ഗിഫ്റ്റ് തരും. നിങ്ങൾ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യിക്കും. അങ്ങനെ പതിയെ അവർ നിങ്ങളുടെ കൺട്രോൾ അവർ ഗെയിൻ ചെയ്യും. എന്നിട്ട് പതിയെ വിഡ്രോ ചെയ്ത് തുടങ്ങും. അതിനെയാണ് നമ്മൾ ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കൊണ്ട് ഒരുപാട് സ്നേഹം തന്നിട്ട് പതിയെ അങ്ങ് വിഡ്രോ ചെയ്ത് തുടങ്ങുക. മീൻസ് അവരുടെ ഇന്റൻഷൻസ് ഒക്കെ നടന്നതിന് ശേഷം, അവരെന്ത് ഉദ്ദേശത്തിലാണോ ആ റിലേഷൻഷിപ്പിലോട്ട് വന്നത് അതൊക്കെ കിട്ടിയതിന് ശേഷം അവരുടെ ഇൻട്രസ്റ്റ് ലൂസായി തുടങ്ങും. നിങ്ങളുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അവർ റിലേഷൻഷിപ്പിൽ സ്ലോ ഡൗൺ ചെയ്യാൻ തയ്യാറാണോ എന്ന് ശ്രദ്ധിക്കുക. കാരണം ശരിക്കുള്ള റിയൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സമയമെടുക്കും. ഒരുപാട് പേർക്ക് ഡേറ്റിംഗ് ആപ്പ് ബേൺ ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള റിജക്ഷനാണ്. പലരും അവരെ റിജക്ട് ചെയ്യുമ്പോൾ ഇനി അവർക്കൊരു പേഴ്സണെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ എന്നൊരു ഹോപ്പ്ലെസ് ചിന്തയിലോട്ട് അവർ വഴുതി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിടം എത്താത്ത ഷാലോ ചാറ്റ്സ് എന്ന് പറയും. മീൻസ് അവർ ചാറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ടൈമും വേസ്റ്റ്, ഇമോഷൻസും എനർജിയും ഒക്കെ വേസ്റ്റ്, എന്നാൽ അവരുടെ തെറ്റത്തുമില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ശരിക്കും അവരുടെ ഒരു അൺസർട്ടനിറ്റിയിലോട്ട് എത്തിക്കുന്നത് മെന്റലി അത്ര ഫിറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഗോസ്റ്റിംഗ് നേരിടേണ്ടി വരിക, ബ്രെഡ് ക്രംബിങ് അനുഭവിക്കേണ്ടി വരിക. അതായത് ഒരാൾ നിങ്ങളെ അവർക്ക് ഇഷ്ടമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫീൽ ചെയ്യിക്കും, പക്ഷെ ഒരിക്കലും കമ്മിറ്റ്മെന്റ് തരത്തുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരാളുടെ ഡേറ്റിംഗ് ഫെറ്റീഗ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഒരിക്കലും അവർക്ക് നല്ലൊരു പേഴ്സണെ, അവരുടെ ആപ്റ്റായിട്ടുള്ളൊരു പേഴ്സണെ കണ്ടെത്താൻ കഴിയില്ലേ എന്നൊരു രീതിയിലോട്ട് വഴിമാറും. ഈ ഡേറ്റിംഗ് ഫെറ്റീഗിന് കുറച്ച് റെമഡീസ് സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ ഈ ഡേറ്റിംഗ് ആപ്പ് സ്വൈപ്പ് ചെയ്യുന്നതിൽ നിന്നൊന്ന് ബ്രേക്ക് എടുക്കുക. അടുത്തൊരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാടുള്ളിടത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ
ക്വാളിറ്റി കണക്ഷൻസിന് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത് വരുന്നത് ഈ ആപ്സിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്നും ഡേറ്റിംഗ് ആപ്പിൽ നിന്നും അല്ലാതെ തന്നെ നിങ്ങളുടെ സെയിം ഹോബീസ് ഉള്ള ആൾക്കാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ തിരയാൻ സാധിക്കും. സോ അങ്ങനെയൊന്ന് മാറി ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതും ഒരു പോംവഴിയാണ്. ഈ മോഡേൺ ഡേറ്റിങ്ങിൻ്റെ ഇഷ്യൂസിൽ അകപ്പെട്ടു പോകാതിരിക്കാനും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമായിട്ട് നമുക്ക് കുറച്ച് റെമഡീസ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബർത്ത് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാൾ റിജക്റ്റ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ ബർത്ത്ലെസ് ആണ് എന്ന് ഒരർത്ഥവും ഇല്ല. അടുത്തത്, കൃത്യമായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബൗണ്ടറീസ് ആരെങ്കിലും ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ബ്ലോക്ക് ചെയ്യാനും കഴിയണം. പിന്നൊന്ന്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് ക്ലാരിറ്റി ആവശ്യപ്പെടുക. അവരുടെ വാക്കുകൾക്ക് ഉപരി അവരുടെ ആക്ഷൻസിനെ നോട്ടീസ് ചെയ്യുക. കാരണം റിയൽ ആയിട്ടുള്ള ഇന്റൻഷൻസ് അവരുടെ കൺസിസ്റ്റൻസി നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു കാര്യം, നമ്മളോട് തന്നെ സ്വയം ഒന്ന് ചോദിക്കുക, നമുക്ക് ബോറടിക്കുന്നത് കൊണ്ടാണോ അതോ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് കൊണ്ടോ ആണോ ഒരു റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്നത്, അതാ നമ്മൾ ശരിക്കും ഒരു റിയൽ കണക്ഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെയാണോ എന്നുള്ളതും നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുക. ഇന്ന് നമ്മൾ മോഡേൺ ഡേറ്റിങ്ങിന്റെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഏതാണ്ട് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് പോലെ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ്, ലവ് ബോംബിങ്ങോ ഗോസ്റ്റിങ്ങോ പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ.